ഫ്ലുവൻസി കൂട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അതിനെ നമുക്ക് എളുപ്പമാക്കാൻ കഴിയും. ചില സ്ട്രാറ്റജി, ചില ടെക്നിക്കുകൾ നമ്മൾ മനസ്സിൽ ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. ഫ്ലുവൻസി എന്താണ് സത്യത്തിൽ? കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സംസാരിക്കുക, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴെന്താ, ഒരു ചോദ്യം ചോദിക്കലും ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഗിവിങ് ഇറ്റ്സ് ആൻസർ ഇൻസ്റ്റൻ്റ്ലി. ഒരു ചോദ്യം ചോദിക്കുന്നു, അതിനുള്ള ആൻസർ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉടനെ തന്നെ നമ്മൾ പറയുന്നു. ചിലപ്പോൾ നമുക്ക് ആൻസർ അറിയാം, പക്ഷേ അതിനെ ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് അറിയില്ല, ചില വേർഡുകൾ കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ ആയിട്ട് വേണ്ടത് നമ്മൾ നന്നായിട്ട് വേർഡുകൾ പഠിച്ചു വെക്കുകയാണ്. നമ്മൾ ഈ സാധാരണ പറയുന്ന വേർഡുകൾ തന്നെ പഠിച്ചു വെച്ചാൽ മതി. അതിന് പ്രത്യേകതരം വേർഡുകളൊന്നുമില്ല. നമ്മുടെ സംസാര ഭാഷയിൽ എല്ലാ വേർഡുകളുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷ് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ അത് കൂടാതെ ചില സ്ട്രക്ചറുകൾ പഠിച്ചു വെക്കുന്നത് വേർഡുകളുടെ, ആ സ്ട്രക്ചറിൻ്റെ ചുവട് പിടിച്ചിട്ട് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് സ്വയം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ സ്വയം സെൻറ്റൻസ് ഉണ്ടാക്കാൻ പ്രാപ്തി ഉള്ള ആൾക്ക് തന്നെയാണ് ഫ്ലുവൻസി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. വെറുതെ കേട്ടത് കൊണ്ടൊന്നും നിങ്ങൾക്കെന്നല്ല ആർക്കും ഫ്ലുവൻസി ഉണ്ടാക്കാൻ കഴിയില്ല. കേട്ടത് മാത്രം പറയാൻ കഴിയും. കേൾക്കാത്ത ചോദ്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിന് ഉത്തരം കിട്ടില്ല. അപ്പോൾ എന്താണ് ഫ്ലുവൻസി എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിനുള്ള ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എന്താ ഇത്ര അറിയാനുള്ളതെന്നല്ലേ? അറിയാനുണ്ട്. അതിലാണ് എല്ലാ പോയിന്റും കിടക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കലാണ്. കാരണം ഇംഗ്ലീഷിൽ ടെൻസ് ഉണ്ട്, 12 ടെൻസ് ഉണ്ട്. ആ 12 ടെൻസിന് പിന്നെ പാസീവ് വോയിസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും ചോദിക്കുന്ന ചോദ്യമല്ല. ഇപ്പോൾ പ്രസന്റ് സിമ്പിളിൽ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡസ്സും ഡൂം വെച്ചിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് നമ്മൾ. അതേ ഡസ്സും ഡൂം നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അവിടെ ചോദ്യം ചോദിക്കാൻ നമ്മൾ എന്താ എടുക്കുന്നത്? ആം, ഈസ്, ആർ. ആം, ഈസ്, ആർ. ഈ 3 വെച്ചിട്ടാണ് അവിടെ ചോദ്യം ചോദിക്കുന്നത്. വാട്ടും വേറും ഒക്കെ ഉണ്ട്, അത് സൈഡിലിരിക്കട്ടെ. പൊതുവെ അതിൽ ഹെൽപ്പിംഗ് വെർബിനെ കുറിച്ചാണ് പറയുന്നത്, മോഡൽ വെർബിനെ കുറിച്ചാണ്. അപ്പോൾ ഓരോ ടെൻസിലും ചോദ്യം ചോദിക്കാനുള്ള മോഡൽ വെർബുകൾ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ടെൻസിന് അനുസരിച്ച് അതിലെ മോഡൽ വെർബ് ഉപയോഗിച്ചിട്ട് തന്നെ വേണം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ. ഇവിടെയാണ് പലർക്കും സംശയം വരുന്നത്. ഡു ഉപയോഗിക്കണോ, ഹാസ് ഉപയോഗിക്കണോ, ഹാവ് ഉപയോഗിക്കണോ എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ സംശയം വരുന്നത്? നിങ്ങൾ ആ ടെൻസിൻ്റെ അർത്ഥം ശരിയായ രീതിയിൽ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഫ്ലുവൻസി ഇല്ലാത്തത്. ഒരാൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളോട് ചോദിക്കണം നമുക്ക്, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയെന്ന് നമ്മൾ എന്താ ചോദിക്കുക? നിങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ല. കാരണം ചായയാണ് നമുക്ക് മനസ്സിലായാൽ പിന്നെ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, തമാശയ്ക്ക് വേണ്ടി ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്? കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേത് ടെൻസാണെന്ന് നമ്മൾ നോക്കണം. ഇവിടെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറയുന്നത്. ടെൻസ് അറിയാതെ നമ്മൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയില്ല. അപ്പോൾ അയാൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്? കൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ ചോദിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അത് ഒന്നുകിൽ ഈസോ, ആമോ, ആറോ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ നമ്മൾ ചോദ്യം ചോദിക്കാറ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേത് ടെൻസിൽ ചോദിക്കണം, ഡു വെച്ചിട്ട് ചോദിക്കണോ, ഹാസ് വെച്ചിട്ട് ചോദിക്കണോ എന്നുള്ളത് തരം തിരിച്ച് നമ്മൾ ടെൻസിനെ നന്നായി പഠിച്ചു വെച്ചാൽ മാത്രമേ നമ്മുടെ ചോദ്യം തെറ്റാതിരിക്കുള്ളൂ. കാരണം കമ്മ്യൂണിക്കേഷൻ ഫ്ലുവൻസി എന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കലും അതിനുള്ള ഉത്തരം പറയലും തന്നെയാണ്. ഡിസ്കഷനിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഉയർന്ന ലെവലായിപ്പോയി. അതിന് നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ആവശ്യമുണ്ട്. പ്രാക്ടീസിനും പുറമെ ടോപ്പിക്കുകളെ കുറിച്ചിട്ടുള്ള പരിജ്ഞാനം, നോളജും ആവശ്യമുണ്ട്. വെറുതെ സ്റ്റേജിൽ കയറിയിരുന്ന് ഏതെങ്കിലും ഒരു ടോപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ അതിൻ്റെ പോയിന്റ്സ് പറയണം ഡിസ്കഷനിൽ. അപ്പോൾ ഡിസ്കഷൻ എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിന് നന്നായി എക്സ്പെർട്ട് ആയി കഴിഞ്ഞാലാണ് നമുക്ക് അത് മലയാളത്തിലാണെങ്കിലും ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയാതെ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിലും അങ്ങനെ തന്നെ. ഒന്നാമത് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം, രണ്ടാമത് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയണം. അപ്പോൾ നമ്മൾ ഇനി ആദ്യം പ്രസൻറ്റ് സിമ്പിളാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഡൂം ഡസ്സും വെച്ചിട്ടാണ് എന്ന് പറഞ്ഞു. ഡൂം ഡസ്സും വെച്ചിട്ട് ഇത് ചോദ്യം ചോദിക്കാനുള്ള വാക്കുകളാണ്. ഡൂവിന് വേറെ അർത്ഥമുണ്ട്. ചോദ്യം ചോദിക്കാൻ ഡസ്സും ഡൂ ഉപയോഗിക്കണം. ഡസ് എന്നുള്ളത് കർത്താവ് ഏകവചനമാകുമ്പോഴും എന്ന് പറഞ്ഞാൽ ഹീ ഷീറ്റ് വരുമ്പോഴും, അതല്ലാതെ മറ്റെന്തെങ്കിലും ഏകവചനം വരുമ്പോഴും ഡസ്സാണ് ഉപയോഗിക്കാറ് ചോദ്യം ചോദിക്കുമ്പോഴും. ഇനി കർത്താവ് പ്ലൂറലാണെങ്കിൽ ഡു ഉപയോഗിച്ചിട്ടാണ് ചോദ്യം ചോദിക്കേണ്ടത്. ചോദ്യം ചോദിക്കാനുള്ളൊരു വാക്കാണ് ഡു എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിന് വേറൊരു അർത്ഥമുണ്ട്. വേറെ സ്ഥലങ്ങൾ വരുമ്പോൾ വാട്ട് ഡു യു ഡു, അതിൽ 2 ഡു വന്നു. ഒന്ന് ചോദ്യം ചോദിക്കാനുള്ള ഡു ആണ്, ഒന്ന് ചെയ്യുക എന്നുള്ള ഡു ആണ് അവിടെ അർത്ഥം വരുന്ന ഡു ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഡസ് എന്നുള്ളത് ഏകവചനം കർത്താവായിട്ട് വരുമ്പോൾ ഉപയോഗിക്കാനാണ്. ഡു എന്നുള്ളത് ബഹുവചനം കർത്താവായിട്ട് വരുമ്പോൾ ഉപയോഗിക്കാനാണ്. ഇത് തരംതിരിച്ച് മനസ്സിലാക്കി വെക്കണം. ഇതിനർത്ഥം പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇതിന് ഹാബിച്വൽ ആക്ഷന് മാത്രമാണ് പ്രസൻറ്റ് സിമ്പിൾ ഉപയോഗിക്കുന്നതെന്നാണ്. അങ്ങനെയല്ല. ഹാബിച്വൽ ആക്ഷൻ യൂണിവേഴ്സൽ ട്രൂത്ത്, സ്വഭാവത്തിൻ്റെ ശീലങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ എഴുതുന്നു, പറയുന്നു, ചെയ്യുന്നു, ഈ രീതിയിലുള്ള അർത്ഥം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഡു യു ലവ് മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്നെ സ്നേഹിക്കാറുണ്ടോ എന്നല്ല.
ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ സ്നേഹിക്കാറുണ്ട് എന്നല്ല അർത്ഥം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ചെയ്യാറുണ്ട്, പറയാറുണ്ട്, പോകാറുണ്ട് എന്നുള്ള അർത്ഥം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള അർത്ഥം അതിനുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കണം. അല്ലാതെ നിങ്ങൾ ഈ അർത്ഥത്തിൽ മാത്രം പഠിച്ചു വെച്ചാൽ ചെയ്യാറുണ്ട്, പറയാറുണ്ട്, പോകാറുണ്ട്, അപ്പോൾ ഡു യു ലവ് മീ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കാറുണ്ടോന്നോ? അല്ല. അപ്പോൾ അതിൻ്റെ വ്യത്യാസം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല. ടെൻസിൻ്റെ അർത്ഥം ശരിയായ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുമ്പോൾ യാതൊരു സംശയം ഉണ്ടാവില്ല. അപ്പോൾ ഡു യു ലവ് മീ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? യെസ്. അതിന് മറുപടി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഡു യു ലവ് മീ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, ശ്രദ്ധിക്കുക. യെസ് ഐ ഡു എന്നാണ് പറയേണ്ടത്, നോ ഐ ഡോണ്ട്. അല്ലാതെ യെസ് ഐ ലവ് യു എന്നൊന്നും പറഞ്ഞ് തെറ്റിച്ച് കൊളാക്കണ്ട. നമ്മൾ ഡു യു ലവ് മീ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പറയുക യെസ് ഐ ഡു എന്ന് പറയുക, പ്രേമിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നോ ഐ ഡോണ്ട്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ രീതി. ഇതാണ് യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ, ഫ്ലുവൻസി, നല്ല സ്റ്റൈൽ ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള. അല്ലാതെ യെസ് ഐ ലവ് യു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഡു യു ലവ് മീ? യെസ് ഐ ഡു. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യെസ് ഐ ഡു, ഇല്ലെങ്കിലോ നോ ഐ ഡോണ്ട്, നോ ഐ ഡോണ്ട്. ഈ രീതിയിലാണ് നമ്മൾ മറുപടി പറയേണ്ടത്. ഇനി അതിന് ഡസ് വെച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഡു യു ആണ്. യു വന്നപ്പോഴാണ് ഡു ഉപയോഗിച്ചത്. ഡസ് ഹി ലവ് മീ? അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴോ ഡസ് ഹി ലവ് മീ? ഈ ലവ്സിൻ്റെ ആവശ്യമില്ല, കാരണം ആ എസ് നമ്മൾ ഡൂവിൻ്റെ കൂടെ ചേർത്ത് എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പം ഇനി ലവിൻ്റെ കൂടെ എസ് ആവശ്യമില്ല. ഡസ് ഹി ലവ് മീ? അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, ഇഷ്ടമാണോ? അപ്പോൾ ഇതിന് മറുപടി പറയുന്നത് എങ്ങനെയായിരിക്കും? നോ ഹി ഡസൻറ്റ്. നോ ഹി ഡസൻറ്റ്, ഇല്ല അവൻ സ്നേഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. നോ ഹി ഡസൻ ലവ് യു, ഇങ്ങനെ നീട്ടി വലിച്ച് നീട്ടി അക കൊളാക്കിയിട്ട് സെൻറ്റൻസ് ഒന്നും അല്ലാതെ ആവും. അത് വേണ്ട. നോ ഹി ഡസൻറ്റ്. ഇനി അവൻ സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയേണ്ടതെങ്കിൽ യെസ് ഹി ഡസ്, യെസ് ഹി ഡസ്. ഈ രീതിയിലാണ് നമ്മൾ മറുപടി പറയാൻ ഇതിൽ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഒന്ന് ഓർമ്മിച്ച് വെക്കേണ്ടതാണ്, കർത്താവ് ഏകവചനമായിട്ട് വരുമ്പോൾ ഡസ് ഉപയോഗിക്കുക, ബഹുവചനമായിട്ട് വരുമ്പോൾ ഡു ഉപയോഗിക്കുക. ഇതിൻ്റെ ചുവട് പിടിച്ച് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും ഇതൊരു സ്ട്രക്ചറായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ലക്ഷക്കണക്കിന് സെൻറ്റൻസുകൾ ഇതിൻ്റെ ചുവട് പിടിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ മറുപടി പറയാനും കഴിയും. ഐ റൈറ്റ് എ ലെറ്റർ, ഞാനൊരു കത്തെഴുതുന്നു. ഞാനൊരു കത്തെഴുതുന്നുണ്ടോ ചോദിക്കുക, ഡു ഐ റൈറ്റ് എ ലെറ്റർ? എഴുതാറുണ്ട് എന്നുള്ള അർത്ഥമുണ്ടെങ്കിൽ അത് മനസ്സിൽ വയ്ക്കുക. പക്ഷെ അത് എല്ലായിടത്തും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ചില അർത്ഥത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു, പറയുന്നു എന്നുള്ള രീതിയിലാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് ഓർമ്മിച്ച് വയ്ക്കുക. അതോടൊപ്പം തന്നെ എഴുതാറുണ്ട്, സ്വഭാവത്തിൻ്റെ ശീലമായിട്ടുള്ള സെൻറ്റൻസുകളും ഇതിൽ തന്നെയാണ് പറയാറുള്ളത്. ഐ ലൈക്ക് ഹിം എന്ന് പറയുമ്പോൾ ഞാൻ അവനെ ഇഷ്ടപ്പെടാറുണ്ട് എന്നല്ല അർത്ഥം, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഒരു അർത്ഥം കൂടി അതിനുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കണം. ഡു യു ലൈക്ക് ഹിം? ഡു യു എന്നതുകൊണ്ടാണ് ഡു വന്നത്. എന്നാൽ ഐ വി യു ദേ, ഈ നാലെണ്ണം വരുമ്പോൾ പ്രസൻറ്റ് സിമ്പിളിൽ എങ്ങനെയാണ് ഐ വി യു ദേ വരുമ്പോൾ ഡു ഉപയോഗിക്കണം ചോദ്യത്തിൽ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രസൻറ്റ് സിമ്പിളിൽ ബഹുവചനം കർത്താവായിട്ട് വരുമ്പോൾ ഡു എന്നും ഏകവചനം കർത്താവായിട്ട് വരുമ്പോൾ ഡസ്സും ആണ് ഉപയോഗിക്കേണ്ടത്. ഈ ഡസ്സിനും ഡൂവിനും അർത്ഥമൊന്നുമില്ല ഇവിടെ. ചോദ്യം ചോദിക്കാനുള്ളൊരു വാക്കെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഡസ് ഡും വേറെ സ്ഥലങ്ങളിൽ വരുമ്പോൾ അതിന് അർത്ഥമുണ്ട്, ചെയ്യുക എന്നുള്ള അർത്ഥം വരാറുണ്ട്. വേറെയും കുറേ അർത്ഥമുണ്ട്, അത് നമ്മൾ ഇവിടെ പഠിച്ച് കൺഫ്യൂസ് ആവണ്ട. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന ഡസ്സും ഡും വെച്ചിട്ടുള്ള ചോദ്യം ചോദിക്കാനുള്ള ഇത്രേ ഓർമ്മിക്കാനുള്ളൂ. ഞാൻ ഒന്നുകൂടിയും പറയുന്നുണ്ട്. ഡസ് ഏകവചനമായിട്ട് വരും, കർത്താവായിട്ട് വരുമ്പോഴാണ് ചോദിക്കുക. ഡസ് ഹി എന്നുള്ളത് ഏകവചനമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഡസ് ഉപയോഗിച്ച്. അത് യു എന്നാണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഡു ഉപയോഗിക്കും. കാരണം ഐ വി യു ദേ, ഈ നാലെണ്ണം വരുമ്പോൾ ഡു ആണ് ചോദ്യത്തിൽ ഉപയോഗിക്കേണ്ടത്. ഈ ഡുവിന് അർത്ഥമൊന്നുമില്ല, ചോദ്യം ചോദിക്കാനുള്ളൊരു വാക്കാണ്. അപ്പോൾ അതിനെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യമായിട്ട് മാറും. അപ്പോൾ അതിന് ഉത്തരം നമ്മൾ പറയേണ്ട രീതി എങ്ങനെയാണ് പറഞ്ഞത്? നോ ഐ ഡോണ്ട്. ഇനി അവനാണെങ്കിൽ യെസ് ഹി ഡസ്. ഹി ഡസ് അത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹി ഡസ് ലവ് യു എന്നാണ്. അത് നീട്ടി മുഴുവൻ പറയണ്ട. ഹി ഡസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൊത്തത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഡൂവും ഡസും ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം, കർത്താവ് ഏകവചനമാണോ, ഒന്നാണോ, ഒന്നിൽ കൂടുതലാണോ നോക്കണം. ഒന്നാണെങ്കിൽ ഡസും, ഒന്നിൽ കൂടുതലാണെങ്കിൽ കർത്താവ് ഡു ഉപയോഗിക്കുക. ഐ വി യു ദേ എന്നാണ് കർത്താവായിട്ട്, ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് കർത്താവായിട്ട് വരുന്നതെങ്കിൽ ഡു ഉപയോഗിച്ചിട്ട് ചോദ്യം ഉണ്ടാക്കുക. അപ്പോൾ പറയുന്നു, എഴുതുന്നു, പോകുന്നു, കഴിക്കുന്നു, ഈ രീതിയിലുള്ള അർത്ഥം വരും. അതുപോലെ തന്നെ ചെയ്യാറുണ്ട്, പറയാറുണ്ട്. കാരണം സ്വഭാവത്തിൻ്റെ പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹാബിച്വൽ ആക്ഷൻ്റെ യൂണിവേഴ്സൽ ട്രൂത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പക്ഷേ ആ അർത്ഥം തന്നെ ഇതിലുള്ളൂ എന്ന് വെച്ച് തെറ്റിദ്ധരിച്ച് പഠിച്ചു പോകരുത്, അത് കൺഫ്യൂസ് ആക്കും നിങ്ങളെ.
അപ്പോൾ ഇത് ചെറിയൊരു സ്ട്രക്ചർ മാത്രമാണ് ഈ ഡൂവും ഡസും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ഇതിൻ്റെ വെർബിനെ മാത്രം മാറ്റിയാൽ മതി. ഇതിൻ്റെ ചുവട് പിടിച്ചിട്ട് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഇത് തറവായിട്ട് പഠിക്കൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് വളരെ എളുപ്പമാണ്. കാരണം ഡൂവും ഡസിന് പകരം അവിടെ യൂസും മാറും ആമും വരുന്നു എന്നേ ഉള്ളൂ. മറ്റുള്ള സ്ട്രക്ചറുകളിൽ വ്യത്യാസമില്ല. വെർബിന് ചില ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ വരും. തറവായിട്ട് ഡൂവും ഡസും പഠിച്ചു വെക്കുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.